വേലിയുടെ തലേദിവസം അയിനൂണെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അയിനൂണിനെ ഗൃഹസ്ഥാശ്രമത്തിലേക്കാണ് വേലി കഴിയുമ്പോൾ കുട്ടിയെ പ്രവേശിക്കുന്നത്. തലേ ദിവസം നമ്മൾ ബ്രഹ്മചര്യ ആശ്രമത്തിലെ ഏറ്റവും അവസാനത്തെ ഭക്ഷണം എന്നുള്ള അവസാനത്തെ ഊണ് എന്നുള്ളത് അങ്ങനെ രീതിയിലാണ് അയിനൂണ് എന്നുള്ള പേര് വന്നത്. പെൺകുട്ടികൾക്ക് അയിനൂണ് കഴിഞ്ഞിട്ട് എല്ലാ കാരണവരായിട്ടുള്ള മുതിർന്ന എല്ലാവരെയും നമസ്കരിക്കാം. അവരെ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം മേടിക്കും. പെൺകുട്ടിയെ വിവാഹവേദിയിലേക്ക് വേലിയുടെ സ്ഥലത്തേക്ക് വരുമ്പോൾ 1000 തിരികൾ, ഒരൊറ്റ മുണ്ടിൽ നിന്ന് 1000 തിരികൾ ഒരുമിച്ച് കൂട്ടി കെട്ടി അത് ചെറുത്ത് അത് കൂട്ടി കെട്ടിയിട്ട് ആ 1000 തിരിയാണ് നമ്മൾ തലേ ദിവസം അയിനൂണിൻ്റെ അന്ന് അഭിവാദ്യം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. വേലിയുടെ അന്ന് ഒരു 3-4 മണിക്കൂർ, പണ്ട് 4 ദിവസം ഉണ്ടായിരുന്ന ചടങ്ങുകൾ ഇപ്പോൾ ഒരു 3-4 മണിക്കൂറിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ വരനെയും വധുവിനെയും രണ്ടുപേരെയും വഞ്ചിപ്പാട്ട് പാടി സ്വീകരിച്ച് ആനയിച്ച് വേദിയിലേക്ക്. सीता कल्याण वैभोगमे राम कल्याण वैभोगमे वैभोगमे പൂജ ചെയ്തു പുണ്യാഹം എന്നുള്ള ചടങ്ങാണ്. അശുദ്ധി, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള അശുദ്ധി ഒന്ന് ശുദ്ധീകരിക്കാനുള്ള പുണ്യാഹം എന്നുള്ള ചടങ്ങാണ് ആദ്യം നടത്തുക. അച്ഛനാണ് എനിക്ക് താലി കെട്ടുന്നത്. അച്ഛൻ താലി കെട്ടി വരൻ്റെ കയ്യിൽ പിടിച്ചു കൊടുക്കും. അതിന് പാണിഗ്രഹണം എന്ന് പറയും. ഒരൊറ്റ മുണ്ടിൽ നിന്ന് 1000 തിരികൾ ഒരുമിച്ച് കൂട്ടി കെട്ടി കല്യാണി ജ്വലിപ്പിച്ചിട്ടാണ് കുട്ടിയെ വരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. കന്യാദാനത്തോടുകൂടി ശരിക്കും അച്ഛൻ്റെ റോൾ കഴിഞ്ഞു. കന്യകയായിട്ടുള്ള കുട്ടിയെ ആഭരണം അണിയിച്ച് അച്ഛൻ വരന് ദാനം ചെയ്യുന്നു. ജീവിതകാലം മുഴുവൻ കൂടെ നടക്കണം. സഹധർമ്മം ചരത എന്നാണ് പറയുക. 7 പ്രോമിസസ്
7 പ്രതിജ്ഞകൾ വരനും വധുവിൻ്റെ എടുക്കുകയാണ്. ഓരോ പ്രതിജ്ഞയ്ക്കും അർത്ഥമുണ്ട്. ഓരോ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാമെന്നും അച്ഛനെയും അമ്മയും പരസ്പരം നോക്കിക്കോളാമെന്നും അങ്ങനെയുള്ള പ്രതിജ്ഞകളുണ്ട്. അങ്ങനെ 7 പ്രതിജ്ഞകളെടുത്ത് അഗ്നിക്ക് പ്രദക്ഷിണം ചെയ്ത് ഇന്ദ്രന് രാജഹോമം ചെയ്ത് വസിഷ്ഠനെ മരുതയെ നോക്കി. വസിഷ്ഠന് മരുതയാണ് മാതൃകാ ദമ്പതിമാർ നമ്മളെ പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ അവരെ നമ്മൾ കണ്ട് അതുപോലെ നമ്മുടെ ദൃഢമായിരിക്കണം ജീവിതം എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മളിപ്പോഴത്തെ രീതിയിലുള്ള ചടങ്ങുകൾ കംപ്ലീറ്റ് ആകും.